പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇനി ജലസമൃദ്ധിയുടെ നാളുകൾ. മാണി സി കാപ്പൻ MLA. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പോളിടെക്നിക് കോളേജിൽ വേനൽക്കാലമായാൽ ശുദ്ധജലം ലഭ്യമായിരുന്നില്ല. ജലസംഭരണിയും ജലശുദ്ധീകരണ പ്ലാന്റും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണോദ്ഘാടനം മാണി സി കാപ്പൻ നിർവഹിച്ചു. ജലക്ഷാമം മൂലം കഷ്ടപ്പെടുന്ന ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് മാണി സി കാപ്പൻ MLAയുടെ കരുതലിൽ 96 ലക്ഷം രൂപ മുടക്കി ജലസംഭരണിയും ജലശുദ്ധീകരണ പ്ലാന്റും ലഭിച്ചു. കോളേജ് സ്ഥിതി ചെയ്യുന്ന കാനാട്ടുപാറ പ്രദേശം വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പോളിടെക്നിക് കോളേജിൽ വേനൽക്കാലമായാൽ ശുദ്ധജലം ലഭ്യമായിരുന്നില്ല. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പഠിക്കാനെത്തുന്ന കുട്ടികൾക്കായി സർക്കാർ വക ഹോസ്റ്റലുമുണ്ട്. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും തുണിയലക്കാനും നഗരസഭ അനുവദിക്കുന്ന വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. വേനൽ മൂർച്ഛിക്കുമ്പോൾ ആഴ്ചയിൽ ലഭിക്കുന്ന ഒരു ടാങ്ക് വെള്ളമായിരുന്നു ഏക ആശ്രയം. വെള്ളം യഥേഷ്ടം ലഭ്യമാകാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അധികാരികൾക്ക് തലവേദനയായിരുന്നു. കുട്ടികൾ പിരിവെടുത്തും അധ്യാപകർ സഹായിച്ചുമാണ് വെള്ളത്തിന്റെ ക്ഷാമം പരിഹരിച്ചിരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട മാണി സി കാപ്പൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് 4 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിന് അനുമതി ലഭിച്ചത്. മഴക്കാലത്ത് ശേഖരിക്കുന്ന വെള്ളം കുടിക്കാനും ഭക്ഷണ ആവശ്യത്തിനുമായി ശുദ്ധി ചെയ്യാനുള്ള പ്ലാന്റിനുമാണ് 90 ലക്ഷം രൂപ അനുവദിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണോദ്ഘാടനം മാണി സി കാപ്പൻ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസ് ജോസഫ്, ഓവർസിയർ ജസ്റ്റിൻ ജെയിംസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ബിന്ദു PR, അധ്യാപകരായി AK രാജു, ശ്യാം രാജ് എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. i4A ന്യൂസ്, പാലാ.